ഹായ്, വെൽക്കം ടു യുവർ ചാനൽ. ഇന്ന് നമുക്ക് കള്ളപ്പവും വറുത്തരച്ച ചിക്കൻ കറിയും ഉണ്ടാക്കാം. കള്ളപ്പത്തിന് സാധാരണ പച്ചരിയുടെ കൂടെ ചോറാണ് അരയ്ക്കുന്നത്. ഞാൻ ചോറിന് പകരം അവലാണ് യൂസ് ചെയ്യുന്നത്. ചിക്കൻ കറിക്ക് യൂസ് ചെയ്യുന്ന ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താണ്. അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കള്ളപ്പവും ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. കള്ളപ്പം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് പച്ചരി, തേങ്ങ ചിരകിയത്, അവല്, കുഞ്ഞുള്ളി അരിഞ്ഞത്, ജീരകം, ഇൻസ്റ്റന്റ് ഈസ്റ്റ്, പഞ്ചസാര, ഉപ്പ്, വെള്ളം. ആദ്യം നമുക്ക് ഒരു കുഞ്ഞു ബൗളിൽ 1/4 കപ്പ് ചെറു ചൂടുവെള്ളം എടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഈസ്റ്റും ഇട്ട് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് കുതിർത്ത് വെച്ച പച്ചരിയും 1/4 കപ്പ് കുതിർത്ത് വെച്ച അവലുമിട്ട് അരച്ചെടുക്കാം. ഇനി അരച്ച മാവ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ ഈ മാവ് ഇതുപോലെ അരച്ചെടുക്കാൻ ഏകദേശം 1/4 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തത്. അതേ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച കുഞ്ഞുള്ളിയും 1 ടീസ്പൂൺ ജീരകവും ഇടാം. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ച ഈസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് അരച്ചെടുക്കാം. ഇനി ഈ അരപ്പ് മാവിലേക്ക് ഒഴിക്കാം. ഈ അരപ്പ് ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഇതുപോലെ അരച്ചെടുത്തത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇതിന്റെ കൺസിസ്റ്റൻസി കണ്ടോ? ഏകദേശം ദോശമാവ് പോലെയാണ്. ഇനി ഇതടച്ച് മാറ്റിവെക്കാം. ഈ മാവ് പുളിച്ചു പൊങ്ങാൻ മിനിമം ഒരു 8 മണിക്കൂറേലും എടുക്കും. ഇത് ഞാൻ രാത്രിയിൽ അരച്ചു വെച്ചതാണ്. ഇപ്പോൾ ഏകദേശം 10 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. കണ്ടോ, മാവ് ഇപ്പോൾ നന്നായി പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഉപ്പിട്ട് കഴിഞ്ഞ് ഈ മാവ് ഏകദേശം ഒരു 30 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് അപ്പം ചൂടുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് അപ്പം ചൂടാം. അതിനായി ഞാൻ ഒരു അയൺ സ്കില്ലറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഞാൻ നേരത്തെ എണ്ണ തേച്ച് വെച്ചതാണ്. മാവ് അടിയിൽ പിടിക്കാതിരിക്കാൻ ഞാനൊരു ഫോർക്കിൽ ഇതുപോലെ കുഞ്ഞുള്ളി കുത്തി വെച്ച് അത് എണ്ണയിൽ മുക്കിയാണ് ചുറ്റിക്കുന്നത്. പാൻ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഒരു തവി മാവ് ഒഴിച്ച് ചെറുതായി ഒന്ന് ചുറ്റിച്ച് അടച്ചു വെക്കാം. ഇനി അടപ്പ് മാറ്റി അപ്പം മറിച്ചിടാം. കണ്ടോ, അപ്പത്തിന്റെ മേല് ഇതുപോലെ ഡ്രൈ ആവുമ്പോഴേ മറിച്ചിടാവും. അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിനി എടുത്ത് മാറ്റാം. ഇതുപോലെ ബാക്കി അപ്പം ചുട്ടെടുക്കാം. കള്ളപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാം. വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ചിക്കൻ, സബോള അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, തേങ്ങാക്കൊത്ത്, തേങ്ങ ചിരകിയത്, കുഞ്ഞുള്ളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് കീറിയത്, വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, വെളിച്ചെണ്ണ, കറിവേപ്പില, ബേ ലീഫ്, ഉപ്പ്, വെള്ളം, നാരങ്ങാനീര്. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനായി ഒരു ബൗളിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇടാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ നാരങ്ങാനീരും ഒഴിക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ 1 കപ്പ് തേങ്ങ ചിരകിയത് ഇടാം. ഈ തേങ്ങ ചിരകിയത് ഞാൻ മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുത്താണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ തേങ്ങ ഒരേപോലെ വറുത്ത് കിട്ടും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുഞ്ഞുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു വറ്റൽമുളകിട്ട് മിക്സ് ചെയ്യാം. ഇനി സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. തേങ്ങ ഇപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്.
ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് മിക്സ് ചെയ്യാം. ഇനി 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്യാം. ഇതിനെ അടുപ്പത്തുനിന്ന് മാറ്റി ആറാൻ വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സബോള ഇടാം. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്തും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും 3/4 ടീസ്പൂൺ ഉപ്പും ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു. ഇതിനെ നന്നായി ഇളക്കി ഒരു പച്ചമുളക് കീറിയതും ഒരു ബേ ലീഫും ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ച് പിന്നെയും ഒരു 2 മിനിറ്റ് വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു. ഇതിനെ ഒന്ന് ഇളക്കി തുറന്നു വെച്ച് 1 മിനിറ്റ് വഴറ്റാം. ഇതിപ്പോൾ ഏകദേശം വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് മിക്സ് ചെയ്യാം. ഇനി അരിഞ്ഞ തക്കാളി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റ് അടച്ചു വെക്കാം. 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. തക്കാളി ഇപ്പോൾ നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ വറുത്തെടുത്ത തേങ്ങയുടെ കൂട്ടാണ്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണേ അരയ്ക്കാൻ. ചിക്കൻ ഇനി നന്നായി ഇളക്കി അടച്ച് മീഡിയം ഫ്ലെയിമിൽ 6 മിനിറ്റ് വേവിക്കാൻ വെക്കാം. 6 മിനിറ്റ് കഴിഞ്ഞു. ഇതിനി ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ചിക്കനിലെ വെള്ളമൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പും 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് മിക്സ് ചെയ്യാം. ഈ മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ചിക്കൻ ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് മാറ്റിവെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഒരു വറ്റൽ മുളകും ബാക്കി കുഞ്ഞുള്ളിയും ഇട്ട് മിക്സ് ചെയ്യാം. ഇനി കറിവേപ്പില ഇട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റി ചിക്കനിലേക്ക് ഒഴിക്കാം. ചിക്കൻ തിരിച്ചടുപ്പത്ത് വെച്ച് നമ്മൾ താളിച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് മിക്സ് ചെയ്യാം. വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിനി അപ്പത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഈ കള്ളപ്പത്തിന്റെയും വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കണേ. അടുത്ത ക്രിസ്മസ് റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. താങ്ക് യു.